സാധാരണ നമ്മളിപ്പോൾ ഒരു എൻട്രൻസ് കോച്ചിങ്ങിന് ജോയിൻ ചെയ്ത് തന്നെയായിരിക്കും, എല്ലാ ദിവസവും ക്ലാസ് ആയിരിക്കും. നമുക്കറിയാം ഈ ലക്ഷക്കണക്കിന് കുട്ടികളോട് കോമ്പറ്റ് ചെയ്യാൻ പോകുന്ന ഒരു പരീക്ഷ, അവിടെ എല്ലാ ദിവസവും ക്ലാസ് ആയി കഴിഞ്ഞാൽ സെൽഫ് പ്രിപ്പറേഷനുള്ള സമയം ഉണ്ടാവില്ല. അപ്പോൾ കുട്ടിക്ക് അവസാനം ഒന്നുമില്ലാത്തൊരവസ്ഥയായിരിക്കും. ഇപ്പോൾ ഏതെങ്കിലും ഒരു ക്ലാസ് മനസ്സിലായില്ലെങ്കിൽ കുട്ടി എന്ത് ചെയ്യും, അത് ക്ലിയർ ചെയ്യാനുള്ള ഒരു സമയം കുട്ടിക്ക് കിട്ടുന്നില്ല. അപ്പോൾ ബാക്ക്ലോഗ്സ് ഒരുപാട് വരാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. അവിടെയാണ് നമ്മുടെ ഹൈബ്രിഡ് സിസ്റ്റത്തിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. 2 ദിവസം കൊണ്ടായിരിക്കും കുട്ടി ഒരു ടോപ്പിക്ക് പഠിക്കുന്നുണ്ടാവുക. അപ്പോൾ ഒരു ദിവസം അത് എന്തെങ്കിലും കൺഫ്യൂഷൻ വന്നു കഴിഞ്ഞാൽ അടുത്ത ദിവസം കുട്ടിക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് ക്ലാരിഫൈ ചെയ്യാൻ പറ്റും. കാരണം ഒരു ദിവസം ഓഫ്ലൈനായിട്ടും ഒരു ദിവസം ഓൺലൈനായിട്ടായിരിക്കും പഠിക്കുന്നുണ്ടാവുക. അപ്പോൾ ഈ ഓൺലൈനായി പഠിക്കുന്ന ദിവസത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഒന്നുകിൽ കുട്ടിക്ക് തിയറിയിൽ എന്തെങ്കിലും ക്ലാരിറ്റി കുറവുണ്ടെങ്കിൽ അത് തീർക്കാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, ചോദ്യങ്ങളൊക്കെ കൂടുതൽ പ്രാക്ടീസ് ചെയ്ത് ഇപ്പോൾ സെൽഫ് പ്രിപ്പറേഷൻ ഒരു ഡേ കംപ്ലീറ്റ് ആയിട്ടും കിട്ടണം. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ബാക്ക്ലോഗ്സ് ഉണ്ടാവില്ല എന്ന് മാത്രമല്ല, ഓരോ കൺസെപ്റ്റും ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടായിരിക്കും കുട്ടി പഠിച്ചു പോകുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും ബെസ്റ്റ് സിസ്റ്റം ഹൈബ്രിഡ് സിസ്റ്റം ആണെന്ന് പറയാനുള്ള കാരണം അത് തന്നെയാണ്.